5 കാര്യങ്ങൾ പ്രധാനമായിട്ടും നാം നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കേണ്ട 5 കാര്യങ്ങൾ മാത്രം പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മനസ്സിൽ പതിപ്പിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തി നമുക്കെല്ലാവർക്കും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി പടച്ച റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ച് നല്ല കറകളഞ്ഞ മനസ്സുമായി വിശുദ്ധ റമദാനിനെ യാത്രയാക്കുവാൻ ഒരുക്കത്തോടുകൂടെ ആയിരിക്കണം ഈ മജ്‌ലിസിൽ നിന്ന് നാം പിരിഞ്ഞു പോകേണ്ടത്. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. ആദ്യമായിട്ട് റമദാൻ നമ്മിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നാം ഒരുങ്ങേണ്ടത് കഴിഞ്ഞുപോയ കാലം, നമ്മുടെ ജീവിതം ഒരുപാട് ആയുസ് നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് കാലം കഴിഞ്ഞുപോയി. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല ബറക്കത്തുള്ള ആഫിയത്തോടെയുള്ള ദീർഘായുസ് നൽകട്ടെ. ഒരുപാട് കാലം ജീവിക്കൽ, അതും സൽക്കർമ്മങ്ങൾക്ക് തൗഫീഖ് ലഭിച്ചുകൊണ്ടുള്ള ജീവിതം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ദീർഘകാലം ജീവിക്കാൻ കഴിഞ്ഞു, അതോടൊപ്പം ഒരുപാട് സൽക്കർമ്മങ്ങൾക്കും അല്ലാഹു അവസരം കൊടുത്തു. അഭിമന്യനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ, എത്ര കാലമായി ഉസ്താദ്, 85 വയസ്സ് കഴിഞ്ഞു, ഇപ്പോഴും വിശ്രമമില്ലാതെ ഡൽഹിയിൽ വിശുദ്ധ ഇസ്ലാമിന്റെ പ്രചാരണാർത്ഥം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി ഉസ്താദ് പരിശ്രമത്തിലാണ്. രോഗമോ തളർച്ചയോ ഉസ്താദിനെ ബാധിക്കുന്നില്ല. നമ്മുടെ നേതാക്കന്മാരെല്ലാവരും ഒരുപാട് കാലം അവർ ജീവിക്കുന്നു. ഒന്നിനായ റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, എത്ര വയസ്സ് ഉസ്താദിനുണ്ട്? അങ്ങനെ തുടങ്ങി നമ്മുടെ ഉലമാഇനെ പരിശോധിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ദീർഘകാലം ജീവിക്കാൻ കഴിഞ്ഞു, അതോടൊപ്പം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ, നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചു. അതാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകളുടെ അടയാളമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബിനോട് നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം, റബ്ബേ ദീർഘകാലം ആഫിയത്തോടെ സന്തോഷത്തോടെ ബറക്കത്തുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണേ. ആ ഹബീബായ തങ്ങൾ തന്നെ പറഞ്ഞു, ശർറുക്കും മൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. നിങ്ങളിൽ ഏറ്റവും മോശക്കാരാണ്, ഒരുപാട് കാലം ജീവിച്ചു, അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കി. ദുഷ്കർമ്മിയായി ധാരാളം കാലം ജീവിച്ച ആളാണ് നിങ്ങളിൽ ഏറ്റവും മോശക്കാരെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അപ്പോൾ ജീവിതം, അല്ലാഹു നമുക്ക് നൽകിയ ആയുസ്, അത് കൃത്യമായി വിനിയോഗിക്കാനും സൽക്കർമ്മങ്ങളിൽ അത് ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കരഗതമാക്കാൻ നമുക്ക് അതുവഴി സാധിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ആദ്യമായിട്ട് വിശുദ്ധ റമദാൻ വരുമ്പോൾ നാം ഒരുങ്ങേണ്ടത് ബിത്തൗബ, തൗബ കൊണ്ട് പടച്ച റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ച് അല്ലാഹു നമ്മുടെ തെറ്റുകളൊക്കെ പുറത്തു തരും. പടച്ച റബ്ബ് അടിമകൾ അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നത് ഇഷ്ടപ്പെടുന്ന റബ്ബാണ്. അല്ലാഹുവിന് താൽപര്യമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിലൂടെ പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇല്ലാ മൻ താബ വഅമന വഅമില സാലിഹാൻ, ഇല്ലാ മൻ താബ വഅമന വഅമില അമലൻ സാലിഹാൻ فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما. അല്ലാഹുവിന്റെ യഥാർത്ഥ അടിമകളെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ മുഫസ്സിറുകളൊക്കെ പറയുന്നു, മദീനയിൽ അവതരിച്ച ഈ ഒരു സൂക്തം, ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാൻ فأولئك يبدل الله سيئاتهم حسنات. ദുഷ്കർമ്മങ്ങൾ ചെയ്ത് ജീവിതം നശിച്ചുപോയെന്ന തോന്നൽ വന്ന അടിമകൾ ഇനിയെങ്കിലും നല്ലവരായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശിഷ്ടകാലം മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അവർക്ക് സന്തോഷം നൽകുന്ന ഒരായത്താണ്
فأولئك يبدل الله سيئاتهم حسنات. സംഭവിച്ചുപോയ ദുഷ്കർമ്മങ്ങളെല്ലാം സൽക്കർമ്മങ്ങളായി പടച്ച റബ്ബ് മാറ്റിമറിക്കും. ചെയ്തുപോയ തെറ്റുകളെല്ലാം നന്മകളായി പരിവർത്തനപ്പെടും. വകാന അല്ലാഹു ഗഫൂറൻ റഹീമ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ മദീനക്കാർ വല്ലാതെ സന്തോഷിച്ചിരുന്നു. സ്വഹാബത്തിന് ഏറെ അധികം സന്തോഷം നൽകിയ ഒരു കാഴ്ചയായിരുന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് വന്നത്. അതിനുശേഷം സ്വഹാബത്ത് ഏറ്റവും അധികം സന്തോഷിച്ച നിമിഷം സൂറത്തുൽ ഫുർഖാനിലെ 70ാമത്തെ സൂക്തമാകുന്ന ഈ ആയത്ത് അവതരിച്ചപ്പോഴാണ്. എന്താണ് കാരണം? നല്ലവരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ഇനിയുള്ള കാലം നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് കാലം നഷ്ടപ്പെട്ടു, പ്രശ്നമില്ല. ഇനിയുള്ള കാലം നല്ല നിലയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് സന്തോഷം നൽകിക്കൊണ്ട് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ഇല്ലാ മൻ താബ, തൗബ ചെയ്താൽ, വആമന, പടച്ച റബ്ബിൽ വിശ്വാസം ഉറപ്പിച്ചു, വഅമില അമലൻ സ്വാലിഹാ, ഇനിയുള്ള കാലം നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചു എങ്കിൽ ഫൗലായിക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവർ ചെയ്ത എല്ലാ തെറ്റുകളെയും ചെയ്തുപോയ സംഭവിച്ച എല്ലാ പാപങ്ങളെയും അല്ലാഹു നന്മകളാക്കി മാറ്റും, നന്മകളായി മറിക്കും എന്ന ഒരു വലിയ സന്തോഷ വാർത്ത. എത്ര വലിയ കാരുണ്യമാണ് പടച്ച റബ്ബിന്റെ. ഒരാൾ 60 കൊല്ലം ജീവിച്ചു. അതിൽ ഒരു 15 വയസ്സ് വരെ അവന്റെ ചെറിയ ശിഷ്ടകാലം, ശിശുകാലം എന്ന് മാറ്റിവെക്കാൻ, പിന്നെ 45 വർഷം അവൻ പാപങ്ങൾ മാത്രം ചെയ്തു, തെറ്റുകൾ മാത്രം 45 വർഷം അവൻ ചെയ്തു. 60ാമത്തെ വയസ്സിലാണ് അവർക്ക് തോന്നുന്നത് നന്നായി ജീവിക്കണം എന്ന്. ആ മനുഷ്യൻ പടച്ച റബ്ബിനോട് പൊറുക്കലിനെ ചോദിച്ചു. അല്ലാഹു തൗബ സ്വീകരിക്കും. അല്ലാഹു ഗഫൂറാണ്, റഹീമാണ്. അങ്ങനെ സ്വീകരിച്ചു. അല്ലാഹു അവന്റെ തൗബ സ്വീകരിച്ചാൽ ഈ 45 വർഷത്തെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തു. പിന്നെ അവന്റെ ഏട് ബ്ലാങ്കാണ്, ഒന്നുമില്ല, തെറ്റുകളില്ല, നന്മകളില്ല. പക്ഷേ റബ്ബിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ സ്നേഹം കൊണ്ട് ആ ബ്ലാങ്കായി കിടക്കരുത് എന്ന ഒരു താല്പര്യം. നാളെ ഖിയാമത്ത് നാളിൽ ഈ ഏടുകളൊക്കെ വിശദീകരിച്ച് വിശകലനം ചെയ്യുന്ന സമയത്ത് 40-45 വർഷം ഒരു കാര്യവും ചെയ്യാതെ ആയുസ് നശിപ്പിച്ചു, ഒന്നും ചെയ്യാതെ ജീവിതം നശിപ്പിച്ചു എന്ന ഒരു സങ്കടം വരാതിരിക്കാൻ വേണ്ടി യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, ഈ 45 വർഷം അവൻ ചെയ്തു പോയ തെറ്റുകളെയെല്ലാം ഹസനത്തുകളായി, നന്മകളാക്കി അല്ലാഹു മാറ്റുമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അതുകൊണ്ട് തന്നെ തൗബ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, കഴിഞ്ഞുപോയ കാലം നാം ചിന്തിക്കുകയേ വേണ്ട. ഇനിയുള്ള കാലം നല്ലവരായി ജീവിക്കണമെന്ന താല്പര്യത്തോടുകൂടെ നല്ല കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിച്ചാൽ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അതെല്ലാം സൽക്കർമ്മങ്ങളായി മാറ്റിമറിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലാഹു നമ്മുടെ തൗബ സ്വീകരിക്കട്ടെ. അല്ലാഹു നമുക്ക് എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു ഗ്രാമവാസിയായ ഒരു സഹാബി, പാടത്തിൽ നിന്ന് തയമ്പ് വന്ന കൈയുമായി അറാബിയായ ഒരു മനുഷ്യൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഓ നബിയെ, എന്താണ് ഇസ്ലാം? എനിക്ക് ഫർളായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഫർളായ കാര്യമായിട്ട് ഞാൻ എന്ത് ചെയ്യണം? ആ സഹാബിയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 5 നേരം നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, സകാത്ത് നിർബന്ധമായത് കൊടുക്കണം. അങ്ങനെ ഇസ്ലാമിന്റെ ആ ഒരു പഞ്ചസ്തംഭങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ ആ സഹാബിയോട് പറഞ്ഞപ്പോൾ ആ സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ലാ അസീദു വലാ അൻഖുസ്, ഈ ഫർളായ കാര്യങ്ങൾക്ക് പുറമെ ഞാനൊന്നും ഇനി ചെയ്യില്ല. ഈ ഫർളായ കാര്യങ്ങൾ ഞാൻ നിറവേറ്റാം, 5 വക്ത് നിസ്കാരം നിർവഹിക്കാം, റമദാൻ മാസം നോമ്പ് നോൽക്കാം, തുടങ്ങിയ ഫർളായ കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി നടന്നു പോകുമ്പോൾ ആ സഹാബിയെ ചൂണ്ടിക്കൊണ്ട് നബി തങ്ങൾ പറഞ്ഞു, ഓ സഹാബ, നോക്കൂ, സ്വർഗാവകാശിയായ ഒരു മനുഷ്യൻ അതാ നടന്നു പോകുന്നു. അപ്പോൾ
ഏറ്റവും പ്രധാനമായ ഒരു കാര്യം സൽക്കർമ്മങ്ങൾ ചെയ്യുക, തെറ്റുകൾ വരാതിരിക്കുക. അത് ഫർളായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കാൻ കഴിഞ്ഞാലും സുന്നത്തായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. മറിച്ച് ഫർളായ കാര്യങ്ങൾ നിർവഹിച്ചു, സുന്നത്തായ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി സാധിച്ചാൽ സ്വർഗത്തിലെത്താൻ നമുക്ക് കഴിയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ബിഗറഫിൽ ജന്ന, സ്വർഗ്ഗത്തിലെ വീടുകളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. സ്വർഗീയവാസികൾക്ക് അല്ലാഹു ഒരുക്കുന്ന സൗകര്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, അതെ യാ റസൂലല്ലാഹ്, തങ്ങൾ പറഞ്ഞു തരൂ. ബി അബീന അൻത ഉമ്മിന യാ റസൂലല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, ഓ നബിയേ, സ്വർഗീയവാസികൾക്ക് ലഭിക്കുന്ന, സ്വർഗസ്ഥരായ ആളുകൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെ കുറിച്ച്, അവിടുത്തെ പ്രത്യേക വീടുകളെ കുറിച്ച് നബി തങ്ങളോട് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഫിൽ ജന്നതി ഗുറഫൻ മിൻ അസ്നാഫിൽ ജൗഹരി കുല്ലി ഫബഅദുഹാ മിനൽ ലഖ്ലി വബഅദുഹാ മിനൽ യാഖൂതി ബിഅൻവാഇ വബഅദുഹാ മിനൽ മഅസി വഗൈരി ദാലിക മിൻ അസ്നാഫിൽ ജവാഹിരി യുറാ ളാഹിറുഹാ മിൻ ബാത്തിനിഹാ വബാത്തിനുഹാ മിൻ ളാഹിരിഹാ وفيها من النعيم واللذات والسرور ما لا عين رأت ولا أذن سمعت. الله من رسول محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. സ്വർഗ്ഗത്തിൽ ചില കൊട്ടാരങ്ങളുണ്ട്, നല്ല കാണാൻ ഭംഗിയുള്ള കൊട്ടാരങ്ങൾ. പുറത്തു നിന്ന് ആളുകൾക്ക് വളരെ ഭംഗിയായത് വീക്ഷിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാനപ്പുറം, ചിന്തിക്കേണ്ടതിലും അപ്പുറം സൗകര്യങ്ങളും സുഖ സൗകര്യങ്ങൾ ആ കൊട്ടാരത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചു, വലിമൻ ഹാദിഹിൽ ഖറഫു, ഈ കൊട്ടാരങ്ങൾ ആർക്ക് വേണ്ടി സംവിധാനിച്ചതാണ്? ഫഖാല, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലിമൻ അഫ്ശസ് സലാം വഅതഅമ അത്അം വഇദാമ അസ്സിയാം വസല്ലാ ബില്ലൈലി വന്നാസി നിയാം. 4 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. സ്വർഗ്ഗത്തിൽ പ്രത്യേകം സംവിധാനിച്ച കൊട്ടാരങ്ങൾ ആർക്കാണ്? 4 ആളുകൾക്ക് കിട്ടും. 4 കാര്യങ്ങൾ ചെയ്ത ആളുകൾക്ക്. ഒന്ന്, ലിമൻ അഫ്ശസ് സലാം, സലാം പറയൽ അധികരിപ്പിച്ച ആളുകൾ. വഅതഅമ അത്അം, ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ. വഇദാമ അസ്സിയാം, നിത്യമായി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ. വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, രാത്രിയിൽ ആളുകളൊക്കെ ഉറങ്ങുമ്പോൾ കിടന്ന് നിസ്കരിക്കുന്ന ആളുകൾ. ഈ ഒരു 4 കാര്യങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ, ഒന്ന് സലാം പറയുന്ന ആളുകൾ, മറ്റൊന്ന് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ, മറ്റൊന്ന് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ നിസ്കരിക്കുന്ന ആളുകൾ, നിത്യമായി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ. ഇത് പറഞ്ഞപ്പോൾ സഹാബത്ത് ചോദിച്ചു, നബിയെ, ആർക്കാണ് ഇതെല്ലാം കൂടി സാധിക്കുക? ഈ 4 കാര്യങ്ങൾ പൂർണ്ണമായും നിർവഹിക്കാൻ ആർക്കാണ് സാധിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിന് സാധിക്കും. വസഉഖ്ബിറുകും മൻ ദാലിക, ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരാം. നബി തങ്ങൾ പറഞ്ഞു, മൻ ലഖിയ അഖാഹു ഫസല്ലമ അലൈഹി ഔ റദ്ദ അലൈഹി ഫഖദ് അഫ്ശസ് സലാം. സലാം പ്രചരിപ്പിക്കണം, സലാം എപ്പോഴും സലാം പറയുന്നവരാകണം എന്ന് പറഞ്ഞാൽ, സഹോദരങ്ങളെ കാണുമ്പോൾ സലാം പറയുക, അവർ സലാം പറഞ്ഞാൽ മടക്കുക, പരസ്പരം ഒന്ന് കാണുമ്പോൾ സലാം പറയുക, അവർ സലാം പറഞ്ഞാൽ മടക്കുക. ഈ ഒരു കാര്യം ചെയ്യാൻ ആർക്കാണ് സാധിക്കാതിരിക്കുക? ഒന്നങ്ങനെ. ومن أطعم أهله وعياله من الطعام حتى يشبعهم فقد أطعم الطعام. കുടുംബം, സ്വന്തം കുടുംബം വീട്ടുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക, അവർക്ക് വയറ് നിറയെ ഹലാലായ സമ്പത്തിൽ നിന്ന് സമ്പാദിച്ചുകൊണ്ട് തന്റെ കുടുംബത്തെയും മക്കളെയും ഭക്ഷിപ്പിക്കുക. ആ ഒരു കാര്യം ചെയ്ത ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആളുകൾ എന്ന പദവിയും ലഭിക്കും. ومن صام شهر رمضان ومن كل شهر 3 فقد أدام الصيام. വിശുദ്ധ റമദാൻ മാസം നോമ്പനുഷ്ഠിച്ചു, അല്ലാത്ത മാസങ്ങളിൽ ഒരു 3 ദിവസം നോമ്പനുഷ്ഠിച്ചു. അങ്ങനെ 3 നോമ്പെടുത്ത ആളുകൾ, അതുപോലെ റമദാൻ മാസം പൂർണ്ണമായും നോമ്പനുഷ്ഠിച്ച ആളുകൾ, അവർക്കും റമദാൻ മാസമല്ല എല്ലാ വർഷം മുഴുവനും
നോമ്പ് അനുഷ്ഠിച്ചവന്റെ പ്രതിഫലം കിട്ടും. അതാണ് അതുകൊണ്ടുള്ള താല്പര്യം. അവസാനമായി നബിതങ്ങൾ പറഞ്ഞു, മൻ സല്ലൽ നിശാഅൽ ആഖിറ വസല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ ഫഖദ് സല്ലാ ബിൽ ലൈലി വന്നാസു നിയാം. ഇശാ നിസ്കരിക്കുകയും സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കുകയും ചെയ്താൽ, ഇശാ നിസ്കരിച്ചു സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ രാത്രി മുഴുവനും നിസ്കരിച്ചവന്റെ പുണ്യം മുഴുവനും കിട്ടും. ഈ 4 കാര്യങ്ങൾ ചെയ്താൽ സ്വർഗ്ഗത്തിൽ ഉന്നതമായ പദവികൾ അല്ലാഹു കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 കാര്യങ്ങൾ, സലാം പറയുന്ന ഒരു ശൈലി, കാണുന്നവരോട് സലാം പറയുക, സലാം പറഞ്ഞാൽ മടക്കുക, കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുക, അവരെ പട്ടിണിക്കിടാതെ അവർക്ക് ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ റമദാൻ മാസം നോമ്പ് നോൽക്കുക, അല്ലാത്ത മാസങ്ങളിൽ കഴിയുന്ന ഒരു ദിവസങ്ങൾ നോക്കിയിട്ട് ഒരു 3 ദിവസം നോമ്പ് അനുഷ്ഠിക്കുക. ഇശാ നിസ്കാരം നിസ്കരിച്ചു, സുബ്ഹ് നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചാൽ, ഈ 4 കാര്യങ്ങളും നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർക്ക് സ്വർഗ്ഗത്തിൽ മണിമാളികകൾ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയാൽ, തൗബ റബ്ബ് സ്വീകരിച്ചാൽ, അവന്റെ എല്ലാ ദുശ്ചെയ്തികളെയും അല്ലാഹു സൽക്കർമ്മങ്ങളായി മറിക്കുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി രണ്ടാമതായി ചെയ്യേണ്ട ഒരു കാര്യം റഫ്ഉൽ അസ്ബാബി ശാഗിലത്തി അനിൽ ഖൈരി വതഹ്സീൻ നിയ്യത്തി ലിൽ ഖൈറാത്ത്. സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നിയ്യത്ത് നന്നാക്കുക. ഇൻഷാ അല്ലാഹ് റമദാൻ വരുമ്പോൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുക. സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മെ വഴിതിരിച്ചു വിടുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകലം പാലിക്കുക. അതുപോലെ തന്നെ 3-ാമത്തെ കാര്യം തലബുൽ ഹിലാലി അശിയ്യത്തുൽ യൗമിൽ അഖീരി മിൻ ശഅബാൻ. റമദാൻ മാസം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ശഅബാൻ അവസാനത്തിൽ മാസം കാണാൻ വേണ്ടി കാത്തിരിക്കൽ. ശഅബാനിന്റെ അവസാനം മാസം കാണാൻ വേണ്ടി കാത്തിരിക്കൽ, അത് വിശുദ്ധ റമദാനിന്റെ വരവേൽക്കലിന്റെ ഒരു ഭാഗമായിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചു. ശഅബാനിന്റെ അവസാനം 29 കഴിഞ്ഞ് 30-ാമത്തെ രാവിലും, അല്ലെങ്കിൽ 30 പൂർത്തിയായാൽ പിന്നെ മാസം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ശഅബാൻ മാസം കഴിഞ്ഞ് റമദാൻ മാസപ്പിറവി ദൃശ്യമായ എന്നൊരു ആഗ്രഹം, ആ ഒരു താല്പര്യം ഉണ്ടായിരിക്കൽ, ആ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കൽ, അത് വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ ഉള്ള ഒരു അടിമയുടെ താല്പര്യത്തിന്റെ അടയാളമായി മഹത്തുക്കൾ പഠിപ്പിച്ചു. 4-ാമത്തെ ഒരു കാര്യം ജനങ്ങളോടെല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറാൻ തീരുമാനിക്കുക. എല്ലാ ജനങ്ങളോടും, സർവ്വജനങ്ങളോടും നല്ല രീതിയിൽ വർത്തിക്കാനും അവർക്ക് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആഗ്രഹിക്കാനും, അതുപോലെ കുടുംബത്തിനും തന്റെ മക്കൾക്കൊക്കെ നല്ല രീതിയിൽ ചെലവ് നടത്താനുമുള്ള താല്പര്യം, ആ ഒരു ആഗ്രഹം ഉണ്ടായാൽ തന്നെ വിശുദ്ധ റമദാനിനെ വരവേൽക്കാനായി വിശ്വാസി ആഗ്രഹിച്ചു എന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു. അതുപോലെ തന്നെ ലാ യത്റുകുൽ ഖദാ അൽ മുബാറക സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാൻ മാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത്തായം കഴിക്കൽ. അത്തായം കഴിക്കൽ റമദാൻ മാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പൂർവികന്മാരാകുന്ന ബനു ഇസ്രായേൽ അടക്കമുള്ള സഹാബത്തിന്, കഴിഞ്ഞുപോയ തലമുറയ്ക്ക് റമദാൻ മാസമാവട്ടെ അല്ലാത്ത മാസങ്ങളിലാവട്ടെ, നോമ്പ് നിർബന്ധമായ മാസങ്ങളിൽ അതേ രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു. രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് അതിൽ നിന്നൊരു മാറ്റം, നമ്മുടെ ഉമ്മത്തിന് മാത്രം ലഭിച്ചൊരു മാറ്റമാണ് റമദാൻ മാസം അത്തായം കഴിക്കുക എന്നൊരു സുന്നത്ത്. തസഹറു ഫഇന്ന ഫി സുഹൂരി ലബറക. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റമദാൻ മാസം നിങ്ങൾ നോമ്പിന്റെ മുമ്പ് അത്തായം കഴിക്കണം, ആ അത്തായത്തിൽ വലിയ ബറക്കത്തുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഒരു 5 കാര്യങ്ങൾ വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 കാര്യങ്ങൾ അത് കൃത്യമായി ഫോളോ ചെയ്യാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാനും നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അതേ റമദാൻ മാസം ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു ചര്യയാണ് അല്ലാ യക്ഫുറ അന്നൗമ ബിന്നഹാരി ഹത്താ യഹസ്സ ബിൽജുഇ വൽ അത്ഷ്. രാത്രി ഭക്ഷണം കുറച്ച് കഴിക്കലും അതുപോലെ തന്നെ പകൽ സമയം ഉറക്കം വളരെ ലഘൂകരിച്ചുകൊണ്ട്
പൂർണ്ണമായിട്ടും ഉറങ്ങിത്തീർക്കുന്ന ഒരവസ്ഥയില്ലാതെ എന്താണ് വിശപ്പ്, എന്താണ് ദാഹം എന്നറിയാൻ വേണ്ടി പ്രത്യേകം താല്പര്യത്തോടുകൂടെ തന്നെ പകൽ സമയത്ത് സൽക്കർമ്മങ്ങളെ കൊണ്ട് ജോലിയാകാനും രാത്രിയിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ഭക്ഷണം വളരെ ലഘുവായി വളരെ കുറച്ചുകൊണ്ട് അത്യാവശ്യത്തിന് വേണ്ടി മാത്രം കഴിക്കുന്ന ഒരു ശൈലി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, അതാകും റമദാൻ ശഹ്റുൻ മുബാറക് ഫറല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമ تفتح فيه أبواب السماء وتغلق فيه أبواب الجحيم وتغل فيه الشياطين لله في ليلة خير من ألف شهر من حرم خيرها فقد حرم خيره كله. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനെ മുൻനിർത്തിക്കൊണ്ട് സഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് പറഞ്ഞു, അതാക്കും ശഹ്റു റമദാൻ, നിങ്ങൾക്ക് റമദാൻ മാസം വരുന്നുണ്ട്. ശഹ്റുൻ മുബാറക്, നല്ല ബറക്കത്തുള്ള മാസമാണ് റമദാൻ. അലൈക്കും ഫറല്ലാഹു അലൈക്കും സിയാമു, ആ മാസം നോമ്പ് നോൽക്കൽ എല്ലാവർക്കും നിർബന്ധമായ കാര്യമാണ്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാഇ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം, അതേ നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്ന മാസം എന്ന് പറഞ്ഞാൽ നല്ല ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ താല്പര്യം കിട്ടുന്ന മാസം, ചീത്ത ആളുകൾക്ക് പ്രത്യേകം ഒരു താല്പര്യവുമൊന്നുമില്ലാതെ സാധാരണ മാസങ്ങളെ പോലെ തന്നെ കഴിക്കുന്ന ഒരു മാസം. അങ്ങനെയാണെങ്കിൽ അതേ വിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ നല്ല ആളുകൾക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം താല്പര്യം വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ, അതേ ആ മാസത്തിൽ ഒരു പ്രത്യേക രാവുണ്ട്. ആ രാവിന്റെ പുണ്യം എന്താണ്? അതേ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാളും പുണ്യമുള്ള ഒരു രാവ്, ലൈലത്തുൽ ഖദ്ർ എന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഒരു രാവ് ആ റമദാൻ മാസത്തിലുണ്ടെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ലൈലത്തുൽ ഖദ്ർ എന്ന വിശുദ്ധമായ രാവുള്ള മാസം മഹാനാകുന്ന സഹാബത്തും താബിഈങ്ങളും സ്വാലിഹീങ്ങളൊക്കെ പ്രത്യേകം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവിൽ അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ടി, അതിന്റെ പുണ്യം നേടാൻ വേണ്ടി തമീമുദ്ദാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നു, വകാന ലഹു ഹുല്ലത്തുൻ ഇശ്തറാഹാ ബിഅൽഫി ദിർഹമിൻ ഫകാന യൽബിസുഹാ ഫി ലൈലത്തി അല്ലതി യുർജാ അന്നഹാ ലൈലത്തുൽ ഖദ്ർ യാ റബ്ബി ബിൽ മുസ്തഫാ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ മാ മദാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. വിശുദ്ധ റമദാനിനെ പരിചയപ്പെടുത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞത്, അതേ അതിൽ ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ആ രാത്രിയുടെ പുണ്യം 1000 മാസത്തിനേക്കാളും പുണ്യമുള്ള രാത്രിയാണ് ലൈലത്തുൽ ഖദ്റിന്റെ രാവുള്ള വിശുദ്ധ റമദാൻ. തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു പ്രത്യേക വസ്ത്രം തന്നെ ഉണ്ടായിരുന്നു. 1000 ദിർഹം കൊടുത്തുകൊണ്ട് വാങ്ങിയ വസ്ത്രമാണ്. ആ വസ്ത്രം അദ്ദേഹം ധരിക്കൽ ഫിൽ ലൈലത്തിൽ ലത്തി തുർജാ അന്നഹാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവിൽ മാത്രം ധരിക്കാൻ വേണ്ടി ഒരു വസ്ത്രം തന്നെ 1000 ദിർഹം കൊടുത്തുകൊണ്ട് തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു വാങ്ങിയിരുന്നു. മഹാന്മാരൊക്കെ അത്രയും ആദരവോടുകൂടെ അത്രയും പ്രതീക്ഷയോടുകൂടെ വിശുദ്ധ റമദാനിനെ വരവേൽക്കുവാനും ലൈലത്തുൽ ഖദ്റിനെ വരവേൽക്കുവാനും താല്പര്യം കാണിച്ചിരുന്നു. ആ ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യങ്ങളൊന്നും ലഭിക്കാത്ത 4 വിഭാഗത്തെ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഒന്നാമത്തെ വിഭാഗം ഏതാണ്? മുദ്മിനു ഖംറിൻ, ലഹരി പദാർത്ഥങ്ങളുടെ അടിമയായ ഒരാൾക്ക്, ഒരു മനുഷ്യന് ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വങ്ങളൊന്നും ലഭിക്കുകയില്ല. വഅഖല്ലിൽ വാലിദൈനി, മാതാപിതാക്കളെ പെറ്റ ഉമ്മയെയും നൊന്തു പോറ്റിയ പ്രിയപ്പെട്ട ഉപ്പയെയും അതേ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്ന ആളുകൾക്ക് ആ ലൈലത്തുൽ ഖദ്റിന്റെ മഹത്വമൊന്നും കിട്ടുകയില്ല. വഖാത്തിഉ റഹിമിൻ, കുടുംബ ബന്ധം മുറിച്ച ആളുകൾ
പിണങ്ങി നിൽക്കുന്ന ആളുകൾ, എളാപ്പയോടോ മുത്താപ്പയോടോ സഹോദരനോടോ സഹോദരിമാരോടോ ആരോടാവട്ടെ കുടുംബങ്ങളോട് അകൽച്ച കാണിക്കുന്ന ആളുകൾ, അവർക്കും ലൈലത്തുൽ ഖദറിന്റെ മഹത്വം കിട്ടുകയില്ല. അല്ലാതെ ഏതാളോടും സാധാരണ ആരോടും പിണങ്ങി നിൽക്കുന്ന ആളാണോ അയാൾക്കും ലൈലത്തുൽ ഖദറിന്റെ മഹത്വമില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 1000 മാസത്തെ പുണ്യമുള്ള രാവിന്റെ പുണ്യങ്ങളൊന്നും ലഭിക്കാത്ത 4 വിഭാഗം ആളുകൾ. ഒന്ന് ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണ്, മറ്റൊന്ന് മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തുന്നവരാണ്, മറ്റൊന്ന് പിണങ്ങി കഴിയുന്നവരാണ്, മറ്റൊന്ന് കുടുംബബന്ധം പുലർത്താതെ കുടുംബബന്ധം മുറിച്ച് നടക്കുന്ന ആളുകൾ. ഈ 4 ആളുകൾക്കും ലൈലത്തുൽ ഖദറിന്റെ മഹത്വമൊന്നും ലഭിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ശഅബാനിന്റെ അവസാനത്തെ ഈ സമയം, വിശുദ്ധ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങി നിൽക്കുന്ന ഈ സമയം, നമ്മുടെ ഹൃദയം, നമ്മുടെ ഖൽബ് അത് ശുദ്ധമാക്കിയെടുക്കുവാനും ആരോടും അകൽച്ചയോ വിദ്വേഷമോ ഒന്നുമില്ലാത്ത നല്ല സലീമായ ഹൃദയത്തിന്റെ ഉടമകളായി നമ്മുടെ ജീവിതം മാറ്റുവാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ റമദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വിശുദ്ധ റമദാൻ അത് ഖുർആനിന്റെ മാസമാണ്, ഖുർആൻ പാരായണത്തിന്റെ മാസമാണ്. ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച മാസമാണ് വിശുദ്ധ റമദാൻ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിന്റെ പാരായണം സാധാരണ ഉള്ളതിനേക്കാളും കൂടുതൽ പ്രാവശ്യം, അതിനേക്കാൾ കൂടുതൽ തവണ വിശുദ്ധ ഖുർആൻ ഖത്മ ചെയ്യാനും ഓതി തീർക്കാനും വിശുദ്ധ റമദാൻ നമുക്ക് ഒരു മുതൽക്കൂട്ടായി ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കണം. റമദാൻ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിന്റെ മാസമാണ്, വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്, വിശുദ്ധ ഖുർആനിന്റെ മാസമാണ് റമദാൻ. ഹൃദയം ശുദ്ധിയാകാനുള്ള, ഹൃദയം ക്ലിയർ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മരുന്നായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയതും ഖുർആനിന്റെ പാരായണമാണ്, വിശുദ്ധ ഖുർആനിന്റെ പാരായണം. അർത്ഥം അറിയാതെയായാലും അർത്ഥം അറിഞ്ഞുകൊണ്ടായാലും ഖുർആൻ പാരായണത്തിന് വലിയ പുണ്യമുണ്ട്. അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള ഖുർആൻ പാരായണം വളരെ പുണ്യകരമാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നാളെ ആഖിറത്തിൽ നമുക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന കാര്യം അത് ഖുർആനിന്റെ പാരായണമാണ്. ഒരു രോഗിയായ മനുഷ്യൻ, അദ്ദേഹം രോഗം വന്നു, ആ രോഗത്തിന് മരുന്ന് അദ്ദേഹം മെഡിസിൻ ഉപയോഗിച്ചു. ആ മെഡിസിൻ അടങ്ങിയിരിക്കുന്ന എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയ വസ്തുക്കൾ എന്ന് അറിഞ്ഞില്ലെങ്കിലും അയാൾ അത് കുടിച്ചാൽ അയാളുടെ രോഗം മാറും, ആ മരുന്ന് അയാൾ ഫലം ചെയ്യും. അതുപോലെ തന്നെയാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിലെ ആയത്തുകളും അതിന്റെ ആശയതലങ്ങളും കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ഹൃദയത്തെ പരിവർത്തനപ്പെടുത്തുവാനും നമുക്ക് മാറ്റം സൃഷ്ടിക്കാനും നമ്മുടെ ഉള്ളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാനും ഖുർആനിന്റെ പാരായണം കൊണ്ട് സാധിക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഫ്ദല അഅ്മാലി ഉമ്മത്തി ഖിറാഅത്തുൽ ഖുർആനി നദറ, എൻ്റെ ഉമ്മത്ത് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഏറ്റവും മുന്തിയ കർമ്മങ്ങളിൽ പെട്ടതാണ് ഖിറാഅത്തുൽ ഖുർആനി നദറ, ഖുർആൻ നോക്കിയിട്ട് പാരായണം ചെയ്യൽ. ഖുർആൻ നോക്കിയിട്ട് പാരായണം ചെയ്യൽ വളരെ പുണ്യകരമാണ്. ഖുർആനിലേക്ക് നോക്കിൽ തന്നെ ഇബാദത്താണ്. അറിയുന്ന ആയത്തുകൾ, അറിയുന്ന സൂറത്തുകളാണെങ്കിലും നോക്കിയുള്ള പാരായണം അത് വളരെ പുണ്യകരമാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞു. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് 2 മുസ്ഹഫുകൾ അദ്ദേഹം മറിച്ച് ഓതി 2 മുസ്ഹഫുകൾ ഇനി എഴുത്ത് കാണാത്ത രീതിയിൽ അതത്രയും എന്താ പറയാ, ഈ മറിച്ചതിന്റെ കൈകൊണ്ട് മറിച്ചതിന്റെ എഴുത്തുകളൊക്കെ മാഞ്ഞുപോയി എന്ന് ചരിത്രം പറയുമ്പോൾ 2 മുസ്ഹഫുകൾ പൂർണ്ണമായും അതിന്റെ എഴുത്തുകളെല്ലാം ഇനി നോക്കി ഓതാൻ കഴിയാത്ത രീതിയിൽ അദ്ദേഹത്തിന്റെ നിരന്തരമായ ഖുർആൻ പാരായണം കൊണ്ട് അതങ്ങനെ പരിവർത്തനപ്പെട്ടു എന്ന് ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ സഹാബത്തും താബിഈങ്ങളും സ്വാലിഹീങ്ങളൊക്കെ വളരെയധികം അധികരിപ്പിച്ച
ഒരു കർമ്മമാണ് ഖുർആനിന്റെ പാരായണം. ഖുർആനിന്റെ പാരായണം, ഖുർആൻ നോക്കിയിരിക്കൽ തന്നെ ഇബാദത്താണ്. പ്രായം ചെന്ന ഉപ്പമാരും ഉമ്മമാർക്ക് ഖുർആൻ പൂർണ്ണമായും അതിങ്ങനെ ഓതി നിൽക്കാൻ അറിയില്ലെങ്കിലും അവരോട് നമുക്ക് പറയാം, ആ ഖുർആൻ ഇങ്ങനെ നോക്കിയിരുന്നാൽ തന്നെ, നോക്കൽ കൊണ്ട് തന്നെ അന്നദ്റു ഫിൽ ഖുർആൻ ഇബാദ, അതും ഇബാദത്താണ്. ഖുർആനിലേക്ക് നോക്കിയിരിക്കൽ പോലും ഇബാദത്താണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കുന്ന മാസമായതുകൊണ്ട് തന്നെ ഖുർആനുമായി ബന്ധപ്പെട്ട ധാരാളം മര്യാദകൾ, അദബുകൾ നാം പാലിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ഒന്ന് ഓർമ്മപ്പെടുത്താമെന്ന് മാത്രം. ആദ്യമായിട്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. ഖുർആൻ പാരായണത്തിന് വേണ്ടി മുടി വൃത്തിയായി ചീകി വെക്കലും നല്ല വസ്ത്രം ധരിക്കലും ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട് തന്നെ ഇരിക്കലൊക്കെ ഖുർആൻ പാരായണത്തിന്റെ മഹത്വമാണ്, അതിനുള്ള അദബാണ്, മര്യാദയാണ്. ചാരി നിന്നുകൊണ്ട്, അപ്പൊ നമ്മളെ ചാലകസായിലേക്ക് ഇരുന്ന് കിടന്നുകൊണ്ടോ ചാരി ഇരുന്നുകൊണ്ടോ ഖുർആനിലേക്ക് നോക്കി ഓതാതെ നല്ല അതോട് കൂടെ തന്നെ അതൊക്കെ പുണ്യമാണ്. അതുപോലെ തന്നെ ഒരു ഉസ്താദിന്റെ മുമ്പിൽ എങ്ങനെയാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നമുക്ക് ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു ഗുരു, ആ ഗുരുവിന്റെ മുമ്പിൽ നമ്മൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതുപോലെയാണ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഇരിക്കേണ്ടത്. വളരെയധികം ബഹുമാനത്തോടുകൂടെ, ആദരവോടുകൂടെ, വളരെയധികം അച്ചടക്കത്തോടുകൂടെയാണ് ഖുർആനിന് മുമ്പിൽ ഇരിക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല വസ്ത്രം ധരിച്ച് ഖിബിലയിലേക്ക് മുന്നിട്ടുകൊണ്ട്, അർത്ഥം അറിയില്ലെങ്കിലും വളരെ ബഹുമാനത്തോടുകൂടെ, കരയാൻ പറ്റുമെങ്കിൽ കരഞ്ഞും സുന്നത്താണ്, കരച്ചിൽ വരുന്നില്ലെങ്കിലും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേ കരച്ചിൽ വരുന്നില്ലെങ്കിലും കരച്ചിലുണ്ടാക്കിയിട്ടെങ്കിലും വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം അദബുകൾ കാണിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ നല്ല ശബ്ദമാധുര്യത്തോടുകൂടി നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്ന, നമുക്ക് കഴിയുന്ന ഏറ്റവും നല്ല ശബ്ദം, ഏറ്റവും നല്ല സൗണ്ട് എടുത്തുകൊണ്ട്, ഏറ്റവും നല്ല ശബ്ദമെടുത്തുകൊണ്ടാണ് ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നല്ല രീതിയിൽ ഖുർആൻ പാരായണം ചെയ്താൽ ആ ഖുർആൻ നമുക്ക് ശഫീആയി, നമുക്ക് ശുപാർശകനായി നാളെ ഖിയാമത്ത് നാളിൽ വരുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ അറിയിച്ചു. നമ്മുടെ വീട് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടാകാൻ ശ്രദ്ധിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്നൽ ബൈത്തല്ലദീ യുത്ലാ ഫീഹി കിതാബുല്ലാഹി ഇത്തസഅ ബിഅഹ്ലിഹി വകഥുറ ഖൈറുഹു വഹദറത്തുൽ മലായിക വഖറജത് മിൻഹു ശയാത്തീൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീട്, അതേ ഇത്തസഅ ബിഅഹ്ലി, ആ കുടുംബത്തിന് വലിയ ബറക്കത്ത് കൊടുക്കുകയാണ്. വകഥുറ ഖൈറുഹു, നന്മകൾ അധികരിക്കുകയാണ്. വഹദറത്തുൽ മലായിക, മലായികത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുകയാണ്. വഖറജത് മിൻഹു ശയാത്തീൻ, പിശാചുക്കൾ ആ വീട്ടിൽ നിന്ന് ഓടിപ്പോവുകയാണ്. പിശാചുകൾക്ക് സാന്നിധ്യമില്ലാത്ത റഹ്മത്തിന്റെ മലക്കിന്റെ സാന്നിധ്യമുള്ള ഖൈറുകൾ അധികരിക്കുന്ന ആ കുടുംബത്തിന് വലിയ ബറക്കത്ത് ലഭിക്കുന്ന വീടുകളായി ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന വീടുകൾ മാറുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചു. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലിഗ് മഖാസിദനാ വഗ്ഫിർ ലനാ യാ വാസിഅൽ കറമി മൗലായ സല്ലി വസല്ലിം മൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതുകൊണ്ട് നമ്മുടെ വീടുകൾ ഖുർആൻ പാരായണം ചെയ്യുന്ന വീടുകളാവണം. വഇന്നൽ ബൈത്തല്ലദീ ലാ യുത്ലാ ഫീഹി കിതാബുല്ലാഹി ضاق بأهله وقل خيره وخرجت منه الملائكة وحضرته الشياطين. ഖുർആൻ പാരായണം ചെയ്യപ്പെടാത്ത വീടാണെങ്കിൽ ആ വീട്ടിൽ ജീവിക്കാൻ ആളുകൾക്ക് ഒരു സന്തോഷവുമില്ല. അവിടുത്തെ ഖൈറും
വളരെ കുറഞ്ഞുപോയി. മലായിക്കത്തിന്റെ സാന്നിധ്യമില്ലാത്ത വീട് പിശാചുക്കൾ തിങ്ങി താമസിക്കുന്ന വീടായി അത്തരം വീടുകൾ മാറുമെന്നും മഹത്തുക്കൾ പഠിപ്പിച്ചു. അതുകൊണ്ട് വീട്ടിൽ വെച്ചുകൊണ്ട് ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആനിന്റെ പാരായണം വീട്ടിൽ വെച്ചുകൊണ്ട് നിർവഹിക്കാൻ അത് പ്രത്യേകം താല്പര്യം കാണിക്കണം. അത് പ്രത്യേകം പുണ്യകരമായ കർമ്മമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതുണ്ട്. റമദാൻ മാസം വരുമ്പോൾ പുരുഷന്മാരൊക്കെ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതാറുണ്ട്. അതുപോലെ തന്നെ കഴിയുമെങ്കിൽ അല്പസമയമെങ്കിലും പുരയിൽ വെച്ചുകൊണ്ടും ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകം താല്പര്യം കാണിക്കണമെന്ന് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധാരാളം കാര്യങ്ങൾ പറഞ്ഞു. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസിയുടെ ഉപമയായി പറഞ്ഞത്, അദ്ദേഹത്തിന്റെ ഉദാഹരണമായി പറഞ്ഞത് ഓറഞ്ചിനെ പോലെയാണ്. ഓറഞ്ചിന് പുറത്ത് കാണാനും ഭംഗിയുണ്ട്, അതെ അതിന്റെ ഉള്ളും വളരെയധികം രസമുള്ളതാണ്. തിന്നാലും രസമാണ്, അത് മണത്തു നോക്കിയാലും രസമാണ്, നല്ല സുഗന്ധമാണ്. അതുപോലെയാണ് സത്യവിശ്വാസി. ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി ഓറഞ്ച് പോലെയാണ്. ആ വിശ്വാസിയുടെ സ്വഭാവം എത്ര സുന്ദരമാണ്, അവന്റെ ഉള്ളും പരിശുദ്ധമാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം ആത്മാർത്ഥമായി നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകാനും നമ്മുടെ ഹൃദയം ശുദ്ധമാകാനും അത് തന്നെ ഏറ്റവും വലിയ കാരണമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർആൻ പാരായണം ചെയ്യാത്ത സത്യവിശ്വാസിയോ ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക പോലെ. ആ കാരക്ക തിന്നു നോക്കിയാൽ നല്ല രസമാണ്, ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിന്റെ പുറം കാണാൻ അത്ര ഭംഗിയില്ല, അതിന്റെ പുറത്തത്ര വലിയ ഭംഗിയില്ല. അതുപോലെയാണ് ഖുർആൻ ഓതുന്ന സത്യവിശ്വാസി. എന്നാൽ ഖുർആൻ ഓതുന്ന കപടവിശ്വാസി, ഈമാൻ കുറഞ്ഞ ആളോ റൈഹാൻ സുഗന്ധച്ചെടി പോലെയാണ്. സുഗന്ധമുണ്ട്, പക്ഷേ ആ റൈഹാനിന്റെ രുചി വളരെയധികം കയ്പുള്ളതാണ്. ഖുർആൻ ഓതാത്ത കപടവിശ്വാസിയോ ആട്ടങ്ങയെ പോലെ, അതിന്റെ രസവും മോശമാണ്, അതിന്റെ മണവും മോശമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഓറഞ്ചിനെ പോലെ നല്ല സുഗന്ധം പരത്തുന്നവരായി ഖുർആൻ പാരായണം ചെയ്യുന്നവരായി, വിശുദ്ധ ഖുർആനിന്റെ പാരായണം അധികരിപ്പിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കണം. ആ ഖുർആനിന്റെ പാരായണം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, വിശുദ്ധ ഖുർആൻ കൃത്യമായി ഓതുന്ന ആൾ അയാൾ എങ്ങനെയായിരിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം കാന ഖുലുഖുഹു അൽ ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് ഖുർആനായിരുന്നു, വിശുദ്ധ ഖുർആനായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം, നല്ല വിശ്വാസികളുടെ സ്വഭാവം അത് ഖുർആനായിരിക്കും. ഖുർആൻ പാരായണം ചെയ്യുന്ന സത്യവിശ്വാസി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ സത്യവിശ്വാസിയുടെ സ്വഭാവം, അതേ സത്യവിശ്വാസിയാണെങ്കിൽ അവന്റെ സ്വഭാവം നല്ല സ്വഭാവമായിരിക്കും. അവനെ കൊണ്ട് ആർക്കും ഒരു പ്രയാസമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുകയില്ല. അവനെ കൊണ്ട് നന്മകൾ മാത്രമേ ആളുകൾക്ക് ലഭിക്കൂ. അവനെ കൊണ്ടൊരു ശല്യവും ആർക്കും ഉണ്ടാവുകയില്ല. അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ അടയാളം. യഥാർത്ഥ വിശ്വാസി കാന ഖുലുഖുഹു അൽ ഖുർആൻ. ആ വിശ്വാസിയുടെ സ്വഭാവം അത് ഖുർആനായിരിക്കും. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദഉൽ യതീം വലാ യഹുദ്ദു അലാ തുആമിൽ മിസ്കീൻ ഫവൈലുൽ ലിൽ മുസല്ലീൻ الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഒരു യഥാർത്ഥ വിശ്വാസി യതീമക്കളെ പരിപാലിക്കുന്നവനാണ്, പാവപ്പെട്ട ആളുകളെ പരിഗണിക്കുന്നവനാണ്, നിസ്കാരം നിർവഹിക്കുന്നവനാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ആരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ മറ്റൊന്നുമല്ല, അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവനാണ്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യങ്ങൾ, ഏറ്റവും അവശ്യ വസ്തുക്കളുടെ ഉപയോഗം, അതിന്റെ കൈമാറ്റം, അത് മടി കൂടാതെ നിർവഹിക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. നമ്മുടെ അയൽവാസികളൊക്കെ പരസ്പരം അങ്ങനെ എന്ന് പറഞ്ഞാൽ അവശ്യമായ വസ്തുക്കൾ. ഒരു വീട്ടിൽ പിക്കാസ് ഇല്ല, അടുത്ത വീട്ടിൽ പിക്കാസ് ഉണ്ട്.
ഒരു അത്യാവശ്യത്തിന് വേണ്ടി ആ വികാസ് ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കണം. അത് തൂമ്പ അതുപോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കൾ, ഏറ്റവും ആവശ്യമായ വസ്തുക്കൾ എല്ലാ വീടുകളിലും അത് ഉണ്ടാവാനും ഇടമില്ല. അത്തരം വസ്തുക്കളുടെ കൈമാറ്റം, ഇതൊക്കെയാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസിയുടെ അടയാളമെന്ന് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് മാത്രം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സ്വഭാവം ഏറ്റവും നല്ല സ്വഭാവം. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖിൻ വലം യദാനു ഫീ ഇൽമിൻ വലാ കറമി മൗലായ സ്വല്ലി വസല്ലം അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം അത് വിശുദ്ധ ഖുർആൻ ആയിരുന്നെന്ന് പരിചയപ്പെടുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 8 ദിർഹമുമായി മദീനയിലേക്ക് പുറപ്പെടുകയാണ്. വഴിയിൽ ഒരു ചെറിയ കുഞ്ഞുമോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണ്. ഫഖാല ഫഇദൻ ജാരിയത്തുൻ അല ത്വരീഖി തബ്കി. കരഞ്ഞിരിക്കുന്ന ഒരു ചെറിയ കുഞ്ഞുമോൾ, വല്ലാത്ത കരച്ചില്ല, കുട്ടി വല്ലാതെ കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുഞ്ഞിനോട് ചോദിച്ചു, മാ യുബ്കീകി, ഓ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ, എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ചെറിയ കുഞ്ഞുമോൾ പറഞ്ഞു, ഓ നബിയേ, എന്റെ കുടുംബം, എന്റെ വീട്ടുകാർ 2 ദിർഹം കൊടുത്തുകൊണ്ട്, 2 ദിർഹം തന്നുകൊണ്ട് എന്നെ അങ്ങാടിയിലേക്ക് പറഞ്ഞയച്ചതാണ്. അതുകൊണ്ട് എനിക്കൊരു സാധനം വാങ്ങേണ്ടതുണ്ട്, എനിക്കൊരു ആവശ്യം നിർവഹിക്കേണ്ടതുണ്ട്. പക്ഷേ അത് നഷ്ടപ്പെട്ടു പോയി നബിയെ, അതുകൊണ്ടാണ് ഞാൻ കരയുന്നത് എന്ന് ആ ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ കുട്ടിക്ക് തന്റെ കയ്യിലുള്ള 8 ദിർഹമിൽ നിന്ന് 2 ദിർഹം ആ കുട്ടിക്ക് കൊടുത്തു. അങ്ങനെ 6 ദിർഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അങ്ങാടിയിലേക്ക് തന്നെ നടന്നു. ഫഷ്തറാ ബിഅർബഅത്തിൻ ഖമീസ വലബിസഹു വൻസറഫ ഫഇദാ ബിശൈഖിൻ മിനൽ മുസ്ലിമീന യുനാദി. ശേഷമുള്ള 4 ദിർഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം വാങ്ങുകയും ആ വസ്ത്രം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ വൻസറഫ ഫഇദാ ബിശൈഖിൻ മിനൽ മുസ്ലിമീന, ഒരു മനുഷ്യനെ കാണുകയാണ്. മൻ കസാനി കസാഹു അല്ലാഹു മിൻ ഖുദരിൽ ജന്ന. എനിക്കാരെങ്കിലും വസ്ത്രം തന്നാൽ, എനിക്കാരെങ്കിലും ഡ്രസ്സ് തന്നാൽ അവന് ഞാൻ അല്ലാഹുവിനോട് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് തന്നെ സ്വർഗ്ഗത്തിലെ ഒരു വസ്ത്രം ഞാൻ വാങ്ങിക്കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കുന്ന രീതിയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ വിളിച്ചു പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ 4 ദിർഹം കൊണ്ട് വാങ്ങിയ ആ ഒരു വസ്ത്രം 2 ദിർഹം നബി തങ്ങളുടെ കയ്യിലുണ്ട്, 2 ദിർഹം ആ കുട്ടിക്ക് കൊടുത്തിട്ടുമുണ്ട്. ആ 4 ദിർഹം കൊണ്ട് വാങ്ങിയ വസ്ത്രം ആ മനുഷ്യന് ഊരിക്കൊടുക്കുകയാണ്. വീണ്ടും നബി തങ്ങൾ മദീനയിലേക്ക് തന്നെ പുറപ്പെടുകയാണ്. 2 ദിർഹം കൊണ്ട് ഒരു ഖമീസ് കൂടി വാങ്ങിയിട്ട് നബി തങ്ങൾ തിരിച്ചു വരുമ്പോൾ അതേ നേരത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി അവിടുന്ന് പോയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 രൂപയുടെ 2 ദിർഹമിന്റെ ഖമീസും വാങ്ങി തിരിച്ചു വരുമ്പോൾ ആ കുട്ടിയെ വീണ്ടും കാണുകയാണ്. ആ കുട്ടി വീണ്ടും അവിടെ കരഞ്ഞുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചെറിയ കുഞ്ഞുമോളോട് ചോദിച്ചു, കുഞ്ഞുമോളെ, എന്തിനാണ് ഇനിയും കരയുന്നത്? നിന്റെ ദേഹം നഷ്ടപ്പെട്ടു, അതിന് പകരം ഞാൻ എനിക്ക് വേറെ തന്നല്ലോ, പിന്നെയും നീ എന്തിനാണ് കരയുന്നത്? അതേ ആ ചെറിയ കുട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, طالت غيبتي عن أهلي وأخشى عقوبتهم. നബിയെ, ഒരുപാട് നേരം വൈകിപ്പോയി, ഒരുപാട് സമയമായി, ഞാൻ വീട്ടിൽ നിന്ന് വന്നിട്ട് ഒരുപാട് സമയമായി പോയി, എനിക്ക് വീട്ടിലേക്ക് പോവാൻ തന്നെ പേടിയായി പോയി. എന്റെ വീട്ടുകാർ
എന്നെ എന്റെ വീട്ടുകാർ ആക്രമിക്കുമോ എന്ന ഭയമാണ്, എന്ന പേടിയാണ് എന്നെ ഇവിടെ നിർത്തിയത്. അതുകൊണ്ട് നബിയെ, തങ്ങൾ എനിക്കൊരു പരിഹാരം കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട കുട്ടിയോട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ട കുഞ്ഞേ, നീ എനിക്ക് എന്റെ വീട്ടിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു തരണം. ആ വഴി നീ കാണിച്ചു തന്നാൽ ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ എത്തിക്കാമെന്ന് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. 8 ദിർഹം കൊണ്ട് ഇറങ്ങിയതാണ് മുത്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഴിമധ്യേ ഒരു ചെറിയ കുഞ്ഞുമോള് കരഞ്ഞിരിക്കുന്നു. എന്താണ് കാരണം? അതെ, തന്റെ വീട്ടുകാർ സാധനം വാങ്ങാൻ വേണ്ടി കൊടുത്തു തന്ന ആ 2 ദിർഹം നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട ദിർഹം ഓർത്തുകൊണ്ട് കരഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 ദിർഹം ആ കുട്ടിക്ക് കൊടുത്തു. ശേഷമുള്ള 6 ദിർഹം കൊണ്ട് വീണ്ടും മദീനയിലേക്ക് പോയി. 4 ദിർഹം കൊണ്ട് ഒരു വസ്ത്രം, പുതിയ വസ്ത്രം വാങ്ങി. തിരിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ കരയുകയാണ്, ഓ പ്രിയപ്പെട്ട നബിയേ, എനിക്ക് വസ്ത്രമില്ല, എനിക്ക് വസ്ത്രം ധരിപ്പിച്ചു തന്നാൽ അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യാം, നിങ്ങൾക്ക് സ്വർഗ്ഗത്തിലെ വസ്ത്രം തരാമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയതായി വാങ്ങിയ വസ്ത്രം ആ കൂട്ടുകാരന് കൊടുത്തു. വീണ്ടും 2 ദിർഹം കൊണ്ട് തിരിച്ച് അങ്ങാടിയിലേക്ക് തന്നെ പോയിക്കൊണ്ട് ആ 2 ദിർഹം കൊണ്ട് വേറൊരു വസ്ത്രം വാങ്ങിക്കൊണ്ട് തിരിച്ചു വരുന്ന വഴിയിൽ നേരത്തെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടി അവിടെ തന്നെ ഇരിക്കുകയാണ്. നബി തങ്ങളെ ചോദിക്കുമ്പോൾ നബിയോട് പറഞ്ഞു, നബിയെ, ഒരുപാട് സമയമായി പോയി, ഒരുപാട് നേരം വൈകിപ്പോയി, എന്റെ കുടുംബം, എന്റെ വീട്ടുകാർ എന്നെ ആക്രമിക്കുമോ എന്ന പേടിയാണ്. അതുകൊണ്ട് നബിയെ, ഞാൻ എന്ത് ചെയ്യണം എന്ന് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ കൈ പിടിച്ചുകൊണ്ട് മദീനയുടെ അങ്ങേതലത്തിലുള്ള ഒരുപാട് ദൂരം നടന്നുകൊണ്ട് ആ ചെറിയ കുഞ്ഞുമോളുടെ കൈ പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൻസാരികളിൽപ്പെട്ട ചെറിയ കുട്ടിയുടെ വീട്ടിലെത്തുകയാണ്. ആ സമയത്താണെങ്കിൽ വീട്ടിൽ ആണുങ്ങളായിട്ട് ആരുമില്ല, സ്ത്രീകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സലാം പറഞ്ഞു, സലാം മടക്കി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാം അവർ കേട്ടെങ്കിലും സലാം മടക്കിയില്ല. 3 പ്രാവശ്യവും സലാം പറഞ്ഞിട്ടും മടക്കാതെ നബി തങ്ങൾ തിരിഞ്ഞു പോകാൻ നിന്നപ്പോൾ അവർ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് സലാം മടക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഓ വീട്ടുകാരെ, നിങ്ങളോട് ഞാൻ ഒരുപാട് സമയം സലാം പറഞ്ഞല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് സലാം മടക്കാതിരുന്നത്? ഞാൻ ആദ്യമായി സലാം പറഞ്ഞപ്പോഴും നിങ്ങളത് കേട്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ നബി തങ്ങളോട് ആ വീട്ടുകാർ പറഞ്ഞു, അതെ കേട്ടതാണ് നബിയെ, പക്ഷേ തങ്ങളുടെ സലാമിന്റെ ബറക്കത്ത് കിട്ടാൻ വേണ്ടി, തങ്ങളുടെ സലാമിന്റെ ആ ഒരു പുണ്യം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് അല്ലാഹുവിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ സലാമിന്റെ പുണ്യം ലഭിക്കാൻ വേണ്ടി മിണ്ടാതിരുന്നതാണെന്ന് ആ വീട്ടുകാരെ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടുകാരോട് ഓർമ്മപ്പെടുത്തി, ഈ കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങളോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഈ കുഞ്ഞ് നേരം വൈകിയത് ഇന്നാളിന്റെ കാരണത്താലാണെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലെത്താൻ നിമിത്തമായ കുഞ്ഞിനെ അവർ അവിടുന്ന് മോചിപ്പിക്കുകയാണ്. അടിമക്കുട്ടിയായ സഹോദരിയെ, അടിമക്കുട്ടിയായ ചെറിയ കുഞ്ഞിനെ ആ വീട്ടുകാർ മോചിപ്പിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഓ എത്ര ബറക്കത്തുള്ള ദിർഹമാണ് ഈ 8 ദിർഹം, എത്ര ബറക്കത്തുള്ള 8 ദിർഹം. ആ 8 ദിർഹം 2 ദിർഹം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? അതേ, ഒരു കുഞ്ഞിന്റെ അടിമത്തത്തിൽ നിന്ന് ആ കുഞ്ഞിന് മോചനം ലഭിച്ചു. ഒരു പാവപ്പെട്ട ആൾക്ക് വസ്ത്രം ലഭിച്ചു. എനിക്കും വലിയ സന്തോഷം ലഭിച്ചു. അതായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. സൽസ്വഭാവികളായി, നല്ല സ്വഭാവത്തിന്റെ ഉടമകളായി നമുക്ക് മാറാൻ സാധിക്കണം. വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ നയിക്കേണ്ടത് അത്തരം നല്ല സ്വഭാവത്തിലേക്കാണ്.